ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോൾ ഡ്രസ്സ് മാറലെല്ലാം ഇങ്ങനത്തെ കോസ്റ്റ്യൂമായത് കാറിനകത്ത് വെച്ച് തന്നെ പെട്ടെന്ന് ടോപ്പ് മാറ്റാൻ പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുന്നു. നമ്മുടെ യാത്ര കഴിഞ്ഞ് ഹെബ്രിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയല്ലോ, ടെമ്പിളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആക്ച്വലി വനപ്രദേശങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇങ്ങനെ പോകാമെങ്കിലും ഇറങ്ങി നിന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. കാര്യം എപ്പോൾ വേണമെങ്കിലും വൈൽഡ് ലൈഫ് വരാം. ഇവിടെ പടം കാണിച്ചിരിക്കുന്നു, നോക്കൂ. ആന, കടുവ, കാട്ടുപോത്ത്, മാൻ എല്ലാവരും ഉണ്ട്. വൈൽഡ് ലൈഫ് ഏരിയയാണ്. സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പാർട്ടായിട്ടാണ് ഈ ഭാഗമൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവഴി പാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇൻട്രോ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണ വാറങ്കൽ, അതായത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ജെയിൻ ബസുതിയുണ്ട് ലേക്കിൻ്റെ നടുക്ക്. അവിടേക്ക് ബോട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം അവിടെ പോവാം, അതെല്ലാം എടുത്തിട്ട്. കാര്യം ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അധികം തരായില്ല, വിശക്കുന്നില്ല. തിരിച്ച് നമ്മൾ വീണ്ടും ഇതുവഴി പാസ് ചെയ്ത് ഹെബ്രിയിൽ ഒരു 10 കിലോമീറ്റർ തിരിച്ച് പോയിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ വാറങ്കൽ ബസുതി, ജെയിൻ ബസുതിയിലേക്ക് പോകാം. കുറച്ച് മുന്നോട്ട് വന്നതേ ഉള്ളൂ, ഒരു 5 കിലോമീറ്ററോളം വന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ കഷ്ടിച്ച്. ഇത് വാറങ്കൽ വി ആണേ, വാറങ്കൽ ജെയിൻ ബസുതിയിലേക്കുള്ള സ്പോട്ടാണ്. അവിടെ നിന്നാണ് ശരിക്കും നടന്നു വരിക. നമ്മളിപ്പോൾ കാറിൽ ഇവിടെ വന്നിറങ്ങി വേറൊരു സ്ഥലത്ത് കൂടി, അതായത് വേറൊരു വഴിയും കൂടി ഉണ്ടായിരുന്നു, അതുവഴി വരികയാണെങ്കിൽ അതിൻ്റെ ആ ഭാഗത്ത് വരും. അപ്പോൾ എല്ലാ ജെയിൻ ബസുതീസും തുടങ്ങുന്ന പോലെ വലിയൊരു ദീപസ്തംഭം പോലൊരു സംഭവമുണ്ട്. ഓക്കെ, എന്നിട്ട് അത്രയും കൂടെ നടക്കും. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് പോലെ, ഇത് ബോട്ടിലേ പോകാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാം. ജെയിൻ ടെമ്പിളിലേക്കുള്ള പാതയിലാണ് നമ്മൾ. ഇത് അവരുടെ മഠമാണ്, ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നു. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. നിങ്ങളെവിടെ സ്ഥലം? മലപ്പുറം കൊണ്ടോട്ടി. ഓക്കെ, അധ്യാപകരാണ്. ഓ അത് ശരി, നിങ്ങളൊരു ചെറിയ ട്രിപ്പ് വന്നിരിക്കുകയാണോ? ഈ ബസ് അവിടെ കിടക്കുന്ന നിങ്ങൾ വന്നാണോ? അപ്പോൾ എത്ര പേരുണ്ട് അപ്പോൾ? ആണോ, ഏതാ ട്രാവൽസ്? ഓ ശരി, അവിടെ നിന്ന് വന്നിരിക്കുക അല്ലേ. എത്ര ദിവസത്തെ പരിപാടിയാ? ഓക്കെ, അതിൽ ഇതാണോ മെയിൻ ഡെസ്റ്റിനേഷൻ ഏരിയ? ഏതൊക്കെയാ? അകുമ്പയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. മഴയില്ല, ഒന്നുമില്ല, നല്ല വെയിലുണ്ട്. അടുത്ത മാസമായിരിക്കും കറക്റ്റ്. ഇപ്രാവശ്യം മഴ കുറച്ച് ലേറ്റാണ്, അതാണ്. വാറങ്ക ജെയിൻ ബസതി, ഉടുപ്പി ഡിസ്ട്രിക്ട്. ഇത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ഒരു വസതിയാണ്. പക്ഷെ ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ടെമ്പിളിനും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു നല്ല പഴയ വസതിയായിരുന്നു. ഇപ്പോൾ അത് മോഡേൺ ആക്കിയിരിക്കുക. കുറച്ച് മോഡേൺ മീൻസ് അത് അപ്ഡേറ്റ് ചെയ്തു. റിനോവേഷൻ കഴിയുമ്പോൾ നോർമലി ഒരു പുതിയതുപോലെയാകും. ഇവിടെ നോക്കി കാണാം, ഒരു ബോട്ട് ഫുൾ ഓഫ് ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇനി അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വരും, വീണ്ടും ബോട്ട് പോവും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബോട്ട് സർവീസാണ്. വള്ളത്തിൽ ആളുകളെ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട്. ഇതാണ് വാറങ്കൽ ജെയിൻ ടെമ്പിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഭയങ്കര തിരക്കല്ലോ, കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട്. ഒരുപാട് ഗ്രൂപ്പ് ടൂർസ് നടക്കുന്നുണ്ട് കേട്ടോ. പല ട്രാവൽസ്, ടൂർസ് ആൻഡ് ട്രാവൽസ് കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ഉള്ളവർ 2 ദിവസം 3 ദിവസത്തെ പാക്കേജിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അങ്ങനെ കണ്ട ബസ്സൊക്കെ അതിൽ വന്നവരാ. 10-30 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒക്കെ മലയാളീസാ, പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ബോട്ട് തിരിച്ച് വരട്ടെ, വള്ളം, എന്നിട്ട് നമുക്കും പോകാം. ഇത് ഈ മഠത്തിൻ്റെ ആണ്. അവിടെ കണ്ടോ പഴയ ബിൽഡിംഗ്, ശ്രീ ജെയിൻ മഠ് വാറങ്കൽ. അങ്ങനെ എല്ലാവരും ബോട്ടിൽ കയറി. ബോട്ട് മീൻസ് വള്ളം. നിറയെ മീനുണ്ടല്ലോ, കുഞ്ഞു മീനുകൾ. ഇവന്റെ വലിയ പാടിക്കോളൂ. ഏറ്റുപാടാൻ ആരുമില്ല. അയ്യോ ഇല്ല, നോ ഇല്ല.
അത്രേ ഉള്ളൂ. ഇതൊരു ഒരുപാട് ഗ്രൂപ്പ് ടൂർ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും വള്ളത്തിൽ. 2 വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ പേരില്ല, അവിടെ നിന്ന് കുറച്ച് പേര് തിരിച്ചു വരും. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു യാത്രയും ഇതൊന്നും. പക്ഷെ അത്രയൊന്നും ഇല്ല, കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ആ ഒരു വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ കുറച്ചും കൂടി ഗ്ലോറിഫൈഡ് ആണ്. ഇത് ഈ വെയിലെ സമയം രാവിലെ അല്ലെങ്കിൽ എനിക്കൊരു ഈവനിങ് ടൈം ഓക്കെയാണ്. ഒത്തിരി ലേറ്റ് ആവാനും ഒക്കില്ല, അത് ഓൾറെഡി ക്ലോസ് ചെയ്യും ഈ സർവീസ്, ബോട്ട് കാണില്ല. എനിവേ പക്ഷേ ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. അങ്ങനെ ചെറിയ ആമ്പൽക്കുളമായത്, ചെറുതല്ല, ഡെപ്ത് ഉണ്ടാകും. ഇപ്പം മഴ കുറവായത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കാണും. 14 acres ഓഫ് ഇതാണെന്നാണ് പറയുന്നത് ലേക്ക്. പക്ഷെ അത് എത്രയാണെന്ന് അറിയില്ല. ഇത് അങ്ങോട്ട് പോകുന്നു, കഴിഞ്ഞിട്ട് പോകുന്ന ബോട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ വാറങ്കൽ ജെയിൻ ബസതിയുടെ മുറ്റത്ത് എത്തി. അപ്പോൾ ആ കരയിൽ നിന്നും ഈ കര വരെ ആ ഒരു ബോട്ട് ജേണിയാണ്. ഇത് ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം, നല്ലൊരു ലേക്ക് ചുറ്റും. ഇതിൻ്റെ പഴമ കുറച്ച് മാറിയിട്ടുണ്ട്, കാരണം റിനോവേഷൻ വർക്ക് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ്. ഇതും ഒരു ചതുർമുഖ ബസതിയാണ്. 12th സെഞ്ച്വറിയിലെ ഫ്ലോട്ടിംഗ് ടെമ്പിളാണ്, വാറങ്ക വില്ലേജിൽ, കർണാടക. ഇതൊരു 14 ഏക്കർ ലേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വുഡൻ ബോട്ടിലെ ഒരു വള്ളത്തേലാണ് നമ്മളിവിടെ വന്നത്. മെയിൻ ഡയറ്റി എന്ന് പറഞ്ഞാൽ ലോർഡ് പാർശ്വാനന്ദയാണ് 23ാമത്തെ തീർത്ഥങ്കര. അദ്ദേഹത്തോടൊപ്പം ലോർഡ് നെമിനത്ത, ശാന്തിനാഥ ആൻഡ് ആനന്ദനാഥ, ഇനി 3 ആൾക്കാരും കൂടി ഉണ്ട്, 3 ജെയിൻ മുനിമാരും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇവരുടെ തന്നെ ജെയിൻ മഠമാണ് ഈ ഒരു ഇങ്ങോട്ട് വരാനുള്ള ഈ ബോട്ട് ട്രാവൽ, ഈ വള്ളമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫിഷ് ഉണ്ട്, ഇതിന് ചുറ്റും ഫിഷ് ഉണ്ട്. അതിന് വേണമെങ്കിൽ പൊരിയൊക്കെ കൊടുക്കാൻ പറ്റും. ഡ്രസ് കോഡുണ്ട്, മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം. ശ്രീ ശാന്തിനാഥ തീർത്ഥങ്കരയുടെ നടയാണിത്. ഇവിടെ നാഗദേവതയുണ്ട്, ക്ഷേത്രപാലകൻ ഉണ്ട്. ലേക്ക് ഇങ്ങനെ ചുറ്റുമുണ്ട്. 14 ഏക്കർ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നിറയെ വെള്ളമുള്ള സമയം ഉണ്ടാകും. ഇതിപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പക്ഷെ റിനോവേഷന് മുന്നേ ഉള്ള ഭാഗം കാണുമല്ലോ, വെള്ളത്തേക്ക് അവിടെയൊക്കെ ആ പഴമ കാണാം. ഇത് കരിങ്കല്ലിൽ തീർത്ത് പഴയ ബസതിയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കുറച്ച് പോളിഷ്ഡ്, ഇങ്ങനെ ടൈൽസൊക്കെ ആയിക്കഴിഞ്ഞു, മാർബിളും കടപ്പ അങ്ങനെയല്ല. നിറയെ മീനുണ്ട് ഇവിടെ, മീനൂട്ട് പരിപാടി ഉണ്ട് വേണമെങ്കിൽ. അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. ഇത് ചതുർമുഖമാണ്. അകത്ത് പാർശ്വാനന്ദ് ദ 23rd തീർത്ഥങ്കരയാണ് അകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ രൂപം. 4 നടയുണ്ട്. നമ്മളിതിങ്ങനെ അകത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റി 4 നടയും തൊഴുതാണ് വരുന്നത്. പത്മാവതി ദേവി കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഫുൾ സ്റ്റാച്ചു ഉണ്ട്. നമ്മളെപ്പോഴും കാണുന്നല്ലോ ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് സ്റ്റോണിലാണ് പോളിഷ്ഡ്, ഇങ്ങനെ ചുറ്റി വരും. ഇങ്ങനെ ഇതിനകത്താണ് ആ 4 ചുറ്റുള്ളത്. 4 നടയിലും നമുക്ക് പാർശ്വാനന്ദ സ്വാമിയെ കാണാം. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ചതുർമുഖ ബസതി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ഈ ഒരു ബോട്ട് യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര ലൊക്കേഷനാണ് കേട്ടോ. പക്ഷേ വെയിലല്ലാത്ത സമയത്ത് പറ്റുമെങ്കിൽ വൈകുന്നേരം ഒരു 4 o'clock ടൈമിൽ വരും, അതായിരിക്കും ബെസ്റ്റ്. രാവിലെ 8:30ക്കാണ് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടിൽ 1:30. അപ്പോൾ ഒന്നുകിൽ ഈവനിങ് വരിക, 4 മണിക്ക് ശേഷം വരിക.
നിറയെ മലയാളീസാട്ടോ ഈ ട്രിപ്പിലെല്ലാം. 2-3 ഡേയ്സിൻ്റെ ടൂറ് അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ സൈഡിലൊക്കെ ഉള്ള ചില ട്രാവൽസ് ഈ സെക്ടറിലേക്ക്, അഗുംബെ ആൻഡ് ഈ ഏരിയ. അങ്ങനെ വാരങ്ക ജെയിൻ വസതിയോട് യാത്ര പറഞ്ഞു പോകുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം വരും കേട്ടോ, അല്ലെങ്കിൽ രാവിലെ 8:30. ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു. സോ എന്നോടൊപ്പം വരിക. നമ്മളെന്തായാലും ജെയിൻ വസതിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീണ്ടും ഒരു 8-9 കിലോമീറ്റർ പിന്നിലേക്ക് സഞ്ചരിച്ച് ഹെബ്രിയിൽ എത്തിയിരിക്കുകയാണ്. ഹെബ്രിയിൽ നല്ലൊരു പഴയ 80 വർഷം പഴക്കമുള്ളൊരു ഹോട്ടലുണ്ട് കഴിക്കാനായിട്ട് ലഞ്ച്. അതിന് മുന്നേ ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പാണിത് കേട്ടോ. ദറ്റ് ഈസ് ഹോളിഗേ ബട്ടറും. ഹോളിഗേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളി പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ അവർ പറയുന്ന ഹോളിഗേ. അതിൽ ബട്ടറൊക്കെ ഇട്ട് കഴിക്കുന്നത്. ഇതാണ് ശ്രീറാം സ്വീറ്റ്സ് എന്നാണ് പേര് കേട്ടോ. ഇത് കട, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവിടെ വർക്ക്ഷോപ്പ്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തകർന്നു. ഇവിടെ പാക്കിംഗ് സെക്ഷൻ. നമ്മുടെ ബോളിയാണ് കേട്ടോ, സെയിം ഹോളിഗയെന്ന് അവർ പറയാ. ബോളി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവരുടെ ഹോളിഗയിൽ അകത്തെ ഈ പൂർണ്ണം എന്ന് പറഞ്ഞ് വെക്കില്ലേ, അത് ജാക്ക് ഫ്രൂട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് കാണുന്നതും കഴിക്കാൻ പോകുന്നതും. അതിൽ ബട്ടറൊക്കെ ഇട്ടാണ് അവർ കൊടുക്കുന്നത്, ചൂടായിട്ടത്. ഇത് അതിൻ്റെ ഔട്ടർ കവറിങ് മൈദയുടെ മിക്സ്. ഇതാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ മിക്സ്. നല്ല ചക്കയുടെ മണം വരുന്നുണ്ട് കേട്ടോ. ജാക്ക് ഫ്രൂട്ട് മിക്സാണ് അത്. ഇങ്ങനെ അകത്തേക്ക് ഫില്ലിങ് വയ്ക്കുന്നത്, നോക്കിക്കോളൂ. അരിപ്പൊടിയിൽ ഇടുന്നു. ഇത് നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ ആദ്യത്തെ ഔട്ടർ കവറിങ്. അതിനകത്ത് ആ പൂർണ്ണം വെച്ചിട്ട് നന്നായിട്ട് നല്ല ഫ്ലേവേഴ്സിലാട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ചക്കയുടെ ഫില്ലിങ്, ഇതിൽ പൈനാപ്പിൾ ഫില്ലിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പുറത്തിരിക്കുന്നതിൽ തേങ്ങ, അത് തേങ്ങയുടെ ഫില്ലിങ്. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ പോലത്തെ കടലപ്പരിപ്പിൻ്റെ ഈ കൂടുതലെടുത്ത് കൊണ്ടുവച്ച് ഇതെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇച്ചിരി ഒന്ന് കൂളാവാൻ വെച്ചിരിക്കുവാണ്. ഹോട്ടായിട്ട് അങ്ങനെ പല പല ഫ്ലേവേഴ്സ്. നമ്മുടെ അവിടെ ഒരു ടൈപ്പ് ബോളിയല്ലേ ഉള്ളൂ. ഇത് ഹോളിഗേ ബട്ട് ഡിഫറെൻറ്റ് ഫില്ലിങ്. പൈനാപ്പിൾ ഫില്ലിങ്, ജാക്ക് ഫ്രൂട്ട് ഫില്ലിങ്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ കാര്യമാണ്. വിറകടുപ്പിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പലഹാരങ്ങൾ. ബാക്കി കപ്പലണ്ടി, അതൊക്കെ മസാല കപ്പലണ്ടി ഉണ്ടാക്കുവാണേ, മിക്സ് ചെയ്ത് എണ്ണയിൽ. ഇത് വിറകടുപ്പ്, കുറേ വിറകടുപ്പ്. പിന്നെ ഗ്യാസായിട്ടില്ല, എല്ലാ വിറകടുപ്പ് തന്നെയാണ്. ഇതിനൊരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ബോളിയൊക്കെ ഉണ്ടാക്കേണ്ടത്. ഹോളിക്ക് കപ്പലണ്ടി ഇട്ട് വറുത്ത് പോരുന്നു, മസാല കപ്പലണ്ടി വിത്ത് കൂട്ടി. ഇത് സേവാണ് കേട്ടോ, സേവ് വറുത്ത് വെച്ചിരിക്കുന്നു. ഇതൊന്ന് കൂളായിട്ട് അവർ പാക്കറ്റിലാക്കി പാക്ക് ചെയ്ത് കടയിലെ ബേക്കറിയിൽ, പിന്നെ ആ തൊട്ടടുത്താണല്ലോ അതിനോട് ചേർന്നായിരിക്കുന്നത്, അവിടെ കൊണ്ട് വയ്ക്കും. കൂടാണ്ട് ഓർഡേഴ്സ് അനുസരിച്ചിട്ട് അവർ ചെയ്തും കൊടുക്കും. അതൊരു നല്ല പ്രൊഡക്ഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിയിലാണ്. എക്സോസ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ വിറകടുപ്പിൻ്റെ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്രയും ചൂടാണല്ലോ. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഹോളിഗയുണ്ട്, പൈനാപ്പിൾ ഹോളിഗയുണ്ട്, കോക്കനട്ട് ഹോളിഗയുണ്ട്, ആൻഡ് കടല ദാൽ ഹോളിഗ. അതിരസമാണ്. അതിരസം എന്ന് പറയാൻ അറിയാമല്ലോ. ഇത് സേവ് പാക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മസാല, അതായത് ഒരു കോട്ടിങ്ങോട് കൂടിയുള്ള കപ്പലണ്ടി ഇല്ല, അതാണ് നമ്മുടെ മസാല കപ്പലണ്ടി. ഇവിടെ നിന്നെല്ലാം മേടിച്ചിട്ട് പോകും. അത്ര നന്നായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റിൽ പാക്ക് ചെയ്ത് വെച്ചത് ബേക്കറിയിൽ നിന്ന് മേടിക്കാം, സ്വീറ്റ് ഷോപ്പിനകത്തുനിന്ന്. ഇത് വർക്ക്ഷോപ്പ് ഏരിയ അല്ലേ. ഇവരെല്ലാം തുളു ബ്രാഹ്മിൻസാണ് കേട്ടോ. ഈ ഭാഗത്ത് കൂടുതലും ഹെബ്രിയിൽ ഒരുപാട് തുളു ബ്രാഹ്മിൻസ് ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ ഈ ഏരിയയിലെല്ലാം. ഞാനിപ്പോൾ ഒരു 6 ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 6 to 7 days കംപ്ലീറ്റ് വെജാണ്. നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ. ഈ ഒരു സെക്ടർ കംപ്ലീറ്റ് വെജിലാണ് നമ്മൾ പോയിക്കൊണ്ട്. ബട്ടറില്ലാതെ കഴിക്കാൻ പോവാണ്. ഇതാണ് ജാക്ക് ഫ്രൂട്ട് ഫില്ലിങ്, ചക്കയുടെ ബോളിക്ക് അകത്തെ ടേസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചൂട് ആക്രാന്തം കൊണ്ട് ചൂടത്തെടുത്ത് കഴിക്കണം. എന്ത് ടേസ്റ്റ്! ചക്ക പഴുത്ത ചക്ക എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീലിംഗ് ആണിത്. ഇപ്പോൾ ബോളി ഇതെല്ലാം ഫില്ലിങ്ങിൽ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ പൈനാപ്പിൾ വരട്ടി ഇതുപോലെ പൂർണ്ണം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പ്ലസ് നോർമൽ ബോളിയുടെ കടലപ്പരിപ്പിൻ്റെ ഉണ്ട്, പിന്നെ തേങ്ങാ ബോളി.
Every special ragi laddu. റാഗി ലാഡു. ഓക്കെ, ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യൽ. ഓ 16 date. ഓ Karnataka first production every. ഓക്കെ, ഇത് റാഗി ലഡു. ഇത് ഇവിടുത്തെ സൗത്ത് കനാറ സ്പെഷ്യലാണ്. കർണാടകയുടെ സദേൺ ഇത് ഹെബ്രിയുടെ ആണ്. ഇതാ നോക്കിക്കോളൂ. ഇത് റാഗി ലഡു, ഡ്രൈ ഫ്രൂട്ട്സ് ലഡു. ലഡു ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മോഹൻ ലഡു എന്ന് പറയുന്നത്. അതിരസ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ആൻഡ് റവ ലഡു ഉണ്ട് എക്സ്ട്രാ. ഓക്കെ, ഇതാണ് മോഹൻ ലഡു എന്ന് നോക്കട്ടെ. എന്താണെന്ന് പിടി കിട്ടുന്നില്ല. മോഹൻ ലഡു നമുക്കൊരു മധുരസേവയുടെ ടേസ്റ്റാണ് വരുന്നത്. മധുരസേവയുടെ ടേസ്റ്റാണ് ആ മോഹൻ ലഡു. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു. ഡ്രൈ ഫ്രൂട്ട്സ് ലഡു. അത് അടിപൊളി കേട്ടോ. ചെറിയ അതിരസം. അവിടെ ചൂടായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇവിടെ അതേപോലെ ഇവിടെ വരും. സെയിൽ ഇവിടുന്നാണ്. അതിരസം ചെറുതാണ്, വലുത് അവിടെ നമ്മൾ കണ്ടു. സ്വീറ്റ്സ്. ഇത് റാഗി ലഡു. ഇത് ഇവരുടെ സ്പെഷ്യലാണ് ഈ ഭാഗത്ത്. മാലാഡു പോലെ ഇരിക്കുന്നു. യാത്രകളിലൂടെ ഒത്തിരി ഐഡിയാസ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ കുക്കിംഗ് ഐഡിയാസ്, റെസിപ്പി ഐഡിയാസ്. നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. നമുക്ക് ഓക്കെ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടത്തെ വേണമെങ്കിലും സെർച്ച് ചെയ്തെടുക്കാം. പക്ഷേ എന്നാലും നേരിട്ട് കണ്ട് മേക്കിങ് കണ്ട് ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ഹാൻഡ് സ്ഥലത്ത് പോയി മനസ്സിലാക്കി ചെയ്യുന്നതും നമ്മളല്ലാണ്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതും ഡിഫറെൻ്റാണ്. സംതിങ് ഡിഫറെൻറ്റ്. നൈസ്, വെരി നൈസ്. അപ്പോൾ കുറച്ച് പലഹാരം കൂടി മേടിച്ചിട്ട് പോകാം അല്ലേ. ജാക്ക് ഫ്രൂട്ട് ഹൽവ. അത് നമ്മുടെ ചക്ക വരട്ടിയത് ഇങ്ങനെ ഹൽവ രൂപത്തിൽ കട്ട് ചെയ്ത് മേടിച്ചിട്ട് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വരട്ടിയത്. ബനാന വരട്ടിയതുകൊണ്ട് ബനാന ഹൽവ. അങ്ങനെ ശ്രീറാം സ്വീറ്റ്സിൽ നിന്ന് സ്വീറ്റ്സ് മേടിച്ചു. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, മേടിക്കുന്നു, കഴിക്കുന്നു. ഹെബ്രി സ്പെഷ്യലാണ് ഇവിടുത്തെ മോഹൻ ലഡു, റാഗി ലഡു, ഇതെല്ലാം സ്പെഷ്യൽ. ഓക്കെ, അതെല്ലാം മേടിച്ചു. താങ്ക് യു. ചൂട് ഇതുകൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. കപ്പലണ്ടി അടിപൊളി. താങ്ക് യു. നമുക്ക് പോകാൻ സമയമാകുന്നു. ഓക്കെ, ഇനി ലഞ്ച് ഹോമിലേക്ക് പോകണം. 6 പീസ് ജാക്ക് ഫ്രൂട്ട് ഹൽവ ആൻഡ് 6 പീസ് ബനാന ഹൽവ, ഒരു പാക്കറ്റ് സേവ് 450. ഓക്കെ. നമ്മൾ ആക്ച്വലി വീണ്ടും ഒരു 8 കിലോമീറ്റർ പിന്നിലേക്ക് വന്നു. ഹെബ്രിയിലേക്ക് തിരിച്ചു വന്നു. എന്താ അറിയോ, ഇവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കാനാണ് വന്നത്. അങ്ങോട്ട് പോയ സമയത്ത് നമുക്ക് വിശക്കുന്നില്ലായിരുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. തിരിച്ച് വന്നിട്ട് ഇത് ബട്ടാര ഹോട്ടലിൽ നിന്ന് ചെറിയൊരു കടയാണ് കേട്ടോ. വളരെ ഫേമസ് ആണ്, വളരെ പഴയ കട. ഇത് മൈസൂർ പാക്ക്, കോക്കനട്ട് ബർഫി, റാഗി ബർഫി. ഓക്കെ. ഇവിടെ സ്വീറ്റ്സ് എല്ലാം കിട്ടും. അപ്പോൾ മേടിക്കാം നമുക്ക്. എത്ര വർഷം? ഹൗ മെനി ഇയേഴ്സ് ഓൾഡ്? 80 ഇയേഴ്സ്. 4ാമത്തെ ജനറേഷനാണ്. 80 വർഷം പഴക്കം. അച്ചാറ്, റോണ, ഈ കറി, ചട്നി, തോരൻ മുഴുവൻ കാര്യം, ചട്നി എന്നാണ് കേട്ടോ. നൈസ്. ഉള്ളി, ടൊമാറ്റോ, മുളകൊക്കെ ഇട്ടൊരു കറി, ചട്നി, തൈര്, പപ്പടം. നമ്മൾ ഈ കേരളത്തിൽ പല സ്ഥലത്തും പോയി നാടൻ ഊണ് കഴിക്കില്ലേ, അതുപോലെ ഇവിടെ ഈ ഭാഗത്തെല്ലാം വരുമ്പോൾ ഹെബ്രിയിലെ ഒരു നാടൻ ലഞ്ച്, ഒരു ചായക്കട പോലെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതെല്ലാം കിട്ടുന്ന പലഹാരങ്ങളൊക്കെ കിട്ടും. 80 ഇയേഴ്സ് ഓൾഡ്. നല്ലതല്ലേ? കുറേ ആളുണ്ട് കേട്ടോ. വന്നു പോയി എല്ലാം ഫുള്ളാണ്. ആൾക്കാർ വരുന്നു പോകുന്നു. ഉച്ചയ്ക്ക് 1 മണിയായിട്ടുള്ളൂ. ഇത് നമ്മുടെ ഗുച്ചാലുക്കി റൈസ്, നമ്മുടെ ചമ്പാവരി എന്ന് പറയില്ല, അതുപോലെ ഗുച്ചാലുക്കി
ഒരുപാടായി. ഗുച്ചാലും നല്ല റൗണ്ട് ഷേപ്പിലെ തവിട് കളയാത്ത അരിയില്ലേ, ഈ സൈഡിലൊക്കെ അങ്ങനെ പറയാം. കർണാടക, കോസ്റ്റൽ കർണാടക ഈ ഭാഗത്തും. ഇതെന്താ ഇത്? സാമ്പാർ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇവരുടെ സാമ്പാറാണ്. ഇത് കറിക്ക് ഗസി എന്ന് പറയുന്നത്, തോരന് പല്യ. ഇത് സാമ്പാറിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് തേങ്ങ അരച്ച സാമ്പാർ പോലെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ഡിഫറെൻറ്റ്. എന്താണ് ഡിഫറെൻറ്റ്? പിന്നെ തൈരുണ്ട്, बटर मिल्क, മോര്, रसम. ये सांबार में पीसेस नहीं है ना? पीसेस है ओके. ഭക്ഷണം തരാത്തോടെ ഞാൻ വെച്ചു പീസില്ലാത്ത സാമ്പാർ. പക്ഷെ തേങ്ങ അരച്ചിട്ടുണ്ട്. ഇത് ഹെബ്രി ഭാഗത്തെ ഭക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ദക്ഷിണ കന്നഡ തന്നെയാണ് കർണാടക ഭാഗം. ചെറിയ റീജിയണൽ വ്യത്യാസങ്ങളുണ്ടാകും, ചെറിയ മാറ്റം. നമ്മളിപ്പോൾ കേരളത്തിൽ കോട്ടയത്ത് പോകുമ്പോൾ ഒരു സ്റ്റൈൽ, ട്രിവാൻഡ്രം ഒരു സ്റ്റൈൽ, അങ്ങനെയില്ലേ അതുപോലെ. യെസ്. ഭയങ്കര ചൂടായിരുന്നു എൻ്റെ അമ്മ. രസമൊക്കെ അടിപൊളി. ഇത് മോര്, തൈര്. ഇതാണ് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വെജ്. ആഹാ, രസം അടിപൊളി. പംകിനാണ് പീസ്. ഈ നാരിയൽ തേങ്ങ, കോക്കനട്ടും കൂടെ അരച്ചിട്ട് പംകിനാണ് പീസ്. ഉള്ളിയുണ്ട്. അടിപൊളി. നമ്മുടെ ഒരു പുളിങ്കറിയുടെയും സാമ്പാറിൻ്റെയും കൂടെ ഒരു ക്രോസ്. നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ, അത്ര ടേസ്റ്റ്. ബട്ടർ ഹോട്ടൽ ശ്രീ ബട്ടർ ഹോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. 50 വർഷം ബട്ടർ 80 years. ഓണർ ഒരു പ്രത്യേക സ്വാദ് കേട്ടോ, പറയാൻ പറ്റില്ല. നല്ലത്. മത്തങ്ങയാണ് പീസായിട്ട് കിടക്കുന്നത്. തേങ്ങ അരച്ച ഒരു സാമ്പാറാണ്, പക്ഷേ വറുത്തരച്ച ആ ടൈപ്പ് സാമ്പാറല്ല. നല്ലൊരു പുളിങ്കറി സാമ്പാർ, ഒരു കോമ്പോ. സാമ്പാർ में दाल है, लाइट തേങ്ങ ജാസ്തി, കോക്കനട്ട് ജാസ്തി. Really put mixing, tasting powder, colors. ഒന്നുമില്ല. Natural food. ओके, क्या क्या इसमें है? कोकोनट, चिली, धनिया, जीरा, चिली, coconut, grinding. दाल. വളരെ കുറച്ച് ദാലും ബാക്കി തേങ്ങയൊന്നും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടിപൊളി. ആൻഡ് ചക്കര ഹേ, സ്വീറ്റ്നെസ്. ഓക്കെ, സ്വീറ്റ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നത്, പക്ഷേ പത്തങ്ങയുടെ മധുരമായിരിക്കാം. ഗസിയും ഭയങ്കര നല്ലത്. ഉള്ളിയും ടൊമാറ്റോ ഉള്ള ഗസി, മിക്സ്ഡ് വെജിറ്റബിൾ എല്ലാം കൂടിയുള്ള ഗസി. പക്ഷേ അത് റോയാണ്, പീസസ് അങ്ങനെ വേവിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇത് പല്യ. रसम कोकोनट, रसम कोकोनट. ഓ, കോക്കനട്ട് ഓയിൽ. ഓക്കെ ഓക്കെ. നമ്മുടെ വെളിച്ചെണ്ണയിലാണ് രസം ഉണ്ടാക്കുന്നത്. പൊളി. തൈര്, അടിപൊളി. മോര്, ബട്ടർ മിൽക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു കഴിക്കൽ, അതാണ് സൂപ്പർ. ഓക്കെ, എല്ലാ അച്ചാറ്. അങ്ങനെ ശ്രീ ബട്ടർ ഹോട്ടലിലെ അടിപൊളി ഊണ് കഴിക്കണം. വളരെ സിമ്പിളാണ്. നമ്മുടെ നാടൻ ഊണ് കഴിക്കാൻ പോകില്ല, അതുപോലെ ഇല ഊണ്. കുറച്ച് കറിയേ ഉള്ളൂ, കുറച്ച് കറി, പക്ഷേ എല്ലാത്തിൻ്റെ സ്വാദ് കൊണ്ട് നമ്മൾ അറിയാണ്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. വൈറ്റ് റൈസ് വേണമെങ്കിൽ വൈറ്റ് റൈസ് കിട്ടും, പൊന്നിയരി. എനിക്കിപ്പോൾ ഈ അരി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചമ്പാവരി പോലെ ആണെങ്കിലും ഭയങ്കര ലൈറ്റാണ് വയറിൽ, ഒട്ടും ഹെവിനെസ് വരില്ല. ഇടയ്ക്കിടയ്ക്ക് രസം കുടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തു. ഓക്കെ, സോ നൈസ്. ആ മിക്സിങ്ങാണ് പറയുന്നത്, ഞാൻ അത്ര ആസ്വദിച്ചാണ് കഴിക്കുന്നത്.
ഇവിടെ ഫ്രണ്ടിൽ കണ്ട പലഹാരങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. ദിസ് ഇസ് മൈസൂർ പാക്ക്, ലഡു, കോക്കനട്ട് ബർഫി. ഇത് റാഗി വെച്ചിട്ടുള്ള റാഗി മൈസൂർ പാക്ക്. അങ്ങനെ ഇതൊക്കെ എൻട്രി വന്നപ്പോൾ താമസിച്ചു കേട്ടോ. ഇതാ മുളക് ബജി, പരിപ്പ് വട, ഇതൊക്കെ ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ വേണമെങ്കിൽ. റാഗി മൈസൂർ പാക്ക്. മൈസൂർ പാക്ക്, മൈസൂർ പാക്ക്, റാഗി ബർഫി, റാഗി ബർഫി, കോക്കനട്ട് ബർഫി. all very nice. Coconut. അപ്പോൾ ഡെസേർട്ടുമായി എന്തൊക്കെ കഴിയാൻ കിട്ടുന്നു. ലഡു, അടിപൊളി. കാരണം ശരിക്ക് 4 40 rupees credited to Canara Bank account. ഓക്കെ, താങ്ക് യു. 50 rupees credited to Canara Bank account. ഇത് ഇവിടുത്തെ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. അതായത് കഴിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ വരുമ്പോൾ ആ ടേബിളിൻ്റെ സൈഡിലാണ് കംപ്ലീറ്റ് പലഹാരങ്ങൾ, ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് വെച്ച്. അപ്പോൾ എല്ലാവരും ഒരു ഡെസേർട്ട് പോലെ ഒരു മൈസൂർ പാക്കോ ഏതെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു നല്ല ബിസിനസ് അല്ലേ. നമ്മൾ സാധാരണ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ മുട്ടായിയാണ് കുപ്പിയിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നിരത്തി വയ്ക്കും. എന്തായാലും ആൾക്കാർ വാങ്ങാതിരിക്കില്ല, ഒരെണ്ണമെങ്കിലും മേടിക്കും. ഞാനിപ്പോൾ ഒന്നല്ല, കൂടുതൽ മേടിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും മേടിച്ചു. ഓക്കെ, പിന്നെ ഇവരുടെ രസപ്പൊടി ഇവരുടെ തന്നെ മേക്കാണല്ലോ, അതും ഒരു പാക്കറ്റ് മേടിച്ചു. നാട്ടിലേക്ക് കൊണ്ട് രസമൊക്കെ ഭയങ്കര നല്ലതാണ് ഇവരുടെ. അപ്പോൾ ഇവർ തുളു ബ്രാഹ്മിൻസാണ് കേട്ടോ ഈ കടയുടെ ആൾക്കാർ. ഭട്രു, ശ്രീ ഭട്രു ഹോട്ടൽ. ഇവിടുത്തെ കന്നഡ അക്ഷരങ്ങളൊന്നും നല്ല ജിലേബി ഫാഷനിൽ റൗണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. ഭട്രു ഹോട്ടൽ, ഹെബ്രി. ഒരു SBI ഉണ്ട് ഇവിടെ, ഹെബ്രി ബ്രാഞ്ച്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് 80 years old, മസ്റ്റ് ട്രൈ കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റേ കടുബു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഡ്ഡലി തന്നെ പല ഇലയിലൊക്കെ പൊതിഞ്ഞല്ലേ വരുന്നേ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സമയം. ഇപ്പോൾ അതൊക്കെ തീർന്നു, ഇതിപ്പോൾ ലഞ്ച് ടൈമാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറയാം. ഹെബ്രിയിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കുന്താപൂർ ആണ് പോണത്, കുന്താപൂര. ഓക്കെ, ഓൺ ദ വേ കാഴ്ചകൾ ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം കവർ ചെയ്ത് പോകാം. ഞാനിവിടെ കുറേ ശ്രമിച്ചു. കോറി റോട്ടിയുടെ പ്രൊഡക്ഷൻ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അവർക്കെല്ലാം പേടി. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ പേടി. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഫുഡ് ഇൻസ്പെക്ടേഴ്സിനെ പേടിയാണോ, അതോ ടാക്സുകാരെ പേടിയാണോ, അതോ അവർക്ക് ചിത്രീകരിക്കുന്നതിൽ ഭയങ്കര ടെൻഷൻ. കാണുന്നെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യും, തീരുന്നില്ല. ഞാൻ വസ്ത്രമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ